ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ റേഷൻ അരി വെച്ചിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. ഇത് റേഷൻ അരി ആണെന്നൊന്നും ആരും പറയില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ വേണ്ടി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാൻ ചിക്കന് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിയില്ലേ അതുപോലെ കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത് റൈസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ എല്ലാം കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ചെറിയ പീസായിട്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുവായി വരുമൊന്നും വേണ്ട കേട്ടോ, എന്നിട്ട് കുക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മളെ ചിക്കനൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് ഞാനിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാൻ തന്നെ എടുക്കാം, പക്ഷേ ഓയിൽ മാറ്റി കൊടുക്കണം കേട്ടോ. ആ ഓയിൽ ഇനി യൂസ് ചെയ്യണ്ട. ഇനി നമുക്ക് വേറെ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഓയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് കിടട്ടെ. അപ്പോൾ നല്ല സ്മെല്ലാണ്. ഇനി ഇതിലേക്കൊരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലാണ് റൈസ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏലൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ള റേഷൻ അരിയാണ്. അപ്പോൾ ഞാൻ കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലിട്ടിട്ട് നമുക്ക് ഈ ഓയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. സിമ്പിളാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ. ഇനി ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. 1 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഓയിലിൽ നമ്മളെ അരി റൈസിലുണ്ടായിരുന്ന വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര അരിയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി, 1 കപ്പിന് 2 കപ്പ് വെള്ളം, ആ രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തിളച്ച വെള്ളമായിട്ടില്ലെങ്കിലും ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒക്കെ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യില്ല. അപ്പോൾ ആവശ്യത്തിന് എരിവിനില്ല പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ കുക്കായി വരുമൊന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇടുന്ന വെജിറ്റബിൾസിനൊന്നും അത്ര വേവില്ലാത്ത വെജിറ്റബിൾസാണ്, അപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. ഈ പയറിനും ക്യാരറ്റിനുമാണ് ഇത്തിരി വേവുള്ളത്, അതുകൊണ്ടാണ് ഇത് ആദ്യം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒക്കെ എല്ലാതും നമ്മൾ വെജിറ്റബിൾസ് ഒരേ മാതിരിയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ, ഒരേപോലെ തന്നെ ആവണമല്ലോ. ഇനി ഇതിലേക്ക് ഇത്തിരി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതും ഞാൻ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ്. ഞാൻ വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, ഒരു കുറച്ച് ടൈം ഒന്ന് കുക്കായതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴേ നമുക്ക് ചിക്കിയതുപോലെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാതും പാടെ ഒരുമിച്ച് കട്ടായി പോവും. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഞാനത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത്. അതാ നീളമുള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ഇനി ഇത് മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, കളർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത് 3 കൂടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇനി നമുക്ക് ഇതിനൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വിനാഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്, എല്ലാം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ റൈസ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെ റൈസ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് നമ്മളെ റേഷൻ അരിയാണെന്നൊന്നും തോന്നുന്നതല്ല കേട്ടോ. അപ്പം നമുക്ക് റേഷൻ കടയിൽ അരി കിട്ടിയാൽ ഇതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഞാനൊരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇട്ടതാണ്. ഇനി നമുക്ക് നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂട്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കളർഫുൾ ആയിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിട്ടില്ല ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കേട്ടോ. പിന്നെ നമ്മളെ റൈസ് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ചൂടിലിട്ട് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ രണ്ടും പാടെ ചൂടായിട്ട് വരുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ വേവ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട പിടിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. റൈസ് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസും റൈസൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ കിടക്കും. ഇത് നല്ല കളർഫുള്ളായിട്ട് കട്ട പിടിക്കാതെ നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോവും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കേട്ടോ. ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.